ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഞാൻ 250 ഗ്രാമിൻ്റെ അളവാണ് പറയുന്നത്. 250 ഗ്രാം ബട്ടർ, മൈദ, അതുപോലെ തന്നെ പഞ്ചസാര. 250 ഗ്രാം മൈദക്ക് 5 മുട്ട എന്ന കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിൽ 5 മുട്ട നല്ലോണം പതപ്പിച്ചെടുക്കണം. നല്ലോണം പതപ്പിച്ച് നല്ല ഫ്ലഫി വരണം അത്രയും നമ്മൾ പതപ്പിക്കണം. നമ്മൾ എത്രത്തോളം ഈ എഗ്ഗ് പതഞ്ഞ് വരണോ അത്രയും നമ്മുടെ കേക്കിന് സോഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ഒരു പൊലിമൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് നല്ലോണം അതൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒന്നായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള 250 ഗ്രാം പഞ്ചസാര കുറേശ്ശെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ലോണം അലിഞ്ഞ് വരുമ്പോഴത്തേലും തന്നെ അത് നല്ലോണം ഒന്ന് ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് നല്ലോണം തന്നെ അടിച്ചെടുക്കണം. ഇനി മുട്ടിച്ചവൊന്നും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് എസൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന്, ഇപ്പോൾ എഗ്ഗിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ബട്ടർ 250 ഗ്രാം, നമ്മൾ 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണത് കേട്ടോ. 250 ഗ്രാം ബട്ടറിലേക്ക് 250 ഗ്രാം തന്നെ മൈദയും ചേർത്ത് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മിക്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മൈദയുടെയും ബട്ടറിൻ്റെയും മിക്സ് നല്ലോണം ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെയും പഞ്ചസാരയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെച്ചിങ്ങനെ അമർത്തി ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ ഈ എഗ്ഗ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്നുകൂടെ താവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പതുക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ടാണ്. നമ്മൾ എല്ലാം 250 ഗ്രാം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോൻ്റെ കേക്കാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഫുള്ള് ഈ മൈദയുടെയും ബട്ടറിൻ്റെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 2 ബൗളിലാക്കി വെക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാർബിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിലത്തെ ഒരു ബൗളിലത്തതിൽ നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും മറ്റേ കാരമൽ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊക്കോ പൗഡർ ഉള്ള കാരണം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചോക്ലേറ്റ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മിക്സ് നല്ലോണം ഒന്ന് എല്ലാ സൈഡും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ.
ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മിക്സും അതുപോലെ തന്നെ ബട്ടർ മിക്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ ബട്ടർ മിക്സ് അതുപോലെ തന്നെ ഒരു കയ്യിൽ ചോക്ലേറ്റ് മിക്സ് എന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചെടുക്കാം. ഞാൻ 280 ഡിഗ്രിയിലാണ് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മുറിച്ച് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ